ഹായ് മാം. ഹായ്. വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഓൺ ആക്കിയാൽ നമുക്കൊന്ന് കണ്ണും കൂടി ചെയ്യായിരുന്നു കേട്ടോ. ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. ഓക്കെ മാം, എൻ്റെ പേര് ചിപ്പി എന്നാണ്. ആക്ച്വലി ഇത് ബൈ മിസ്റ്റേക്കിൽ എൻ്റെ സിസ്റ്ററിന്റെ മെയിൽ ഐ ഡി എന്നാണ് ഞാൻ കയറിയിരിക്കുന്നത്. എൻ്റെ വീട് പത്തനംതിട്ടയാണ്. ഞാനിപ്പോ കറന്റ് ഞാൻ കൊച്ചിയിലുണ്ട്, വർക്കിംഗ് ആണ് അക്കൗണ്ടന്റ് ആയിട്ട്. ഓക്കെ, എത്ര നാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്? ഞാനിപ്പോ ഒരു 2 വർഷമായി. ഓക്കെ, ഏതാണ് കൂടുതലായിട്ടും ചെയ്യുന്നത്? എന്തായിരുന്നു ഐബാപ്പ് പോലെ ഒരു പ്രോഗ്രാം സെലക്ട് ചെയ്തത്? അബ്രോഡ് പോകണം എന്നുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ് ഇവിടെ നിന്നിട്ട്. ഫയലിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ വർക്കിൽ ചെയ്യുന്നുണ്ടോ? യെസ്, GST, TDS, പിന്നെ നമ്മുടെ അക്കൗണ്ട്സ്, ബുക്ക് കീപ്പിംഗ്, ഫൈനലൈസേഷൻ കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് ഞാൻ CFM-ലായിരുന്നു, ഇപ്പോ വേറൊരു കമ്പനിയിലേക്കാണ്. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് ഇവിടെ സോഫ്റ്റ്വെയർസും ഉണ്ട്, അതുപോലെ തന്നെ ബേസിക് മുതലും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ചിലപ്പം ചിപ്പിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ പറയുന്നുണ്ടാവുക, പക്ഷെ ഒന്നുകൂടിയൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ്. വെൽക്കം ടു ബിഗ് ലേണിംഗ്. താങ്ക് യു മാം. നിഖില. ഹായ് മാം, ഗുഡ് ഈവനിങ്. ഹായ്, ഗുഡ് ഈവനിങ്. എന്റെ പേര് നിഖില എന്നാണ്. ഞാനിപ്പോ കറന്റ് വർക്കിംഗ് ആണ്, സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്. ബട്ട് കരിയർ ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്യാനായിട്ടാണ് അക്കൗണ്ടിങ് ഫീൽഡിലേക്ക് ഒരു കോഴ്സ് ജോയിൻ ചെയ്തിട്ട് അങ്ങനെ വർക്ക് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. അതിനായിട്ട് ചൂസ് ചെയ്ത കോഴ്സാണ്. ഓക്കെ, നിഖിൽ എന്തായിരുന്നു ബാക്ക്ഗ്രൗണ്ട്? എന്തായിരുന്നു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്? ഞാൻ ബികോം ഗ്രാജുവേറ്റ് ആണ്. അഡീഷണൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, വർക്ക് ചെയ്യുവാണ്. എറണാകുളത്ത് തന്നെയാണ് വീട്. ഓക്കെ, അപ്പൊ സെയിൽസിലാണ് ഇപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ, ഫൈൻ. സോ അപ്പം എന്തായാലും അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഓൾറെഡി ബികോം എംകോം ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും അക്കൗണ്ട്സ് എന്ന് പറയുന്നത് തന്നെയാണ് ദ റൈറ്റ് ചോയ്സ് എന്ന് പറയുന്നത്. അപ്പം അത് ആ ഒരു ജോബിലേക്ക് എന്തായാലും നിഖിലേക്ക് എത്താൻ പറ്റട്ടെ. സോ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് വെൽക്കം ടു ഫിൻപ്രോ ലേണിംഗ്. താങ്ക് യു. Then നിത അശ്വിൻ. എന്റെ പേര് നിത എന്നാണ്. ഞാൻ തൃത്താല, പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആണ്. തൃത്താല. നിത എന്താ കറന്റ്ലി ചെയ്യുന്ന? വർക്ക് ചെയ്യുന്നുണ്ടോ അതോ കരിയർ ബ്രേക്ക് ആണോ? ഞാന് ബികോം സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കാം. ഓ, ഫൈൻ. ഓക്കെ, ഫൈൻ. സോ നിത ഇപ്പം ബികോം സെക്കൻഡ് ഇയർ ആയതുകൊണ്ട് തന്നെ വളരെ നല്ല കാര്യമാണ്. കാരണം ഫൈനൽ ഇയർ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും അപ്പം കംപ്ലീറ്റ്ലി സ്കിൽഡ് ആയിട്ടായിരിക്കും നിത ഇറങ്ങുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ജോബ് മാർക്കറ്റിലും കിട്ടും. സോ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് വെൽക്കം ടു ഫിൻപ്രോ ലേണിംഗ്. താങ്ക് യു. ഓക്കെ, മരിയ മൃത്തുല എന്ന് പറയുന്ന ഐ ഡി ആരായിരുന്നു കരീൻ്റെ? ഹലോ മാം. ഹായ്, എൻ്റെ പേര് മൃദുല. ഞാനിപ്പോ കറന്റ്ലി ഇൻഫോ പാർക്കില് അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുവാണ്. എനിക്ക് പക്ഷേ GST കാര്യങ്ങളൊന്നും ഞാൻ അധികം വർക്ക് ചെയ്തിട്ടില്ല. അവിടെയും കൂടുതലും സൗദി ആ ഒരു MNC ആയതുകൊണ്ട് പുറത്തുള്ള വർക്ക് കുറച്ച് കൂടുതലാണ്. അപ്പൊ എനിക്ക് ഇവിടത്തെ കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. പിന്നെ എനിക്ക് പുറത്തേക്ക് പോകാനും താല്പര്യമുള്ളതുകൊണ്ട്. ഓക്കെ, സോ മൃദുല, ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് വെൽക്കം ടു ഫിൻപ്രോ ലേണിംഗ്. സുശാന്ത്. ഹായ്, ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. എന്തായിരുന്നു ക്വാളിഫിക്കേഷൻ? വർക്ക് ചെയ്യുവാണോ? ഞാൻ ബികോം ആർട്ടിസ്റ്റ് മാനേജ്മെന്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അത്രയാണ്. ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തത്. ഓക്കെ, ഫൈൻ. സോ സുശാന്ത്, ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് വെൽക്കം ടു ഫിൻപ്രോ ലേണിംഗ്. ഓക്കെ, ഫൈൻ. സോ ഇനിയും ആളുകൾ ജോയിൻ ചെയ്യാനുണ്ട്. അവരെന്തായാലും ജോയിൻ ചെയ്തോട്ടെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഞാനൊന്ന് ഫിൻപ്രൂവിനെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എന്താണ് ഫിൻപ്രൂവ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫിൻപ്രൂവിൽ എന്തൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം ഐബാപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ഒരു ജേർണിയിൽ ഒത്തിരി സപ്പോർട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അതിപ്പം സ്റ്റുഡന്റ് റിലേഷൻസിന്റെ സൈഡിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ടെക് സൈഡിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ അക്കാഡമിക് റിലേറ്റഡ് ആയിട്ട് ആയിരിക്കാം. അപ്പൊ ഇവിടേക്കെല്ലാം നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ആ സപ്പോർട്ട് സിസ്റ്റത്തിലേക്ക് മെസ്സേജ് അയക്കുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ബാച്ചും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പൊ ഐബാപ്പ് ജൂൺ 2026 എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ അത് ക്ലിയർലി നിങ്ങളുടെ ഏതൊരു റിക്വസ്റ്റ് ആയിക്കോട്ടെ അതിനകത്ത് മെൻഷൻ ചെയ്യാനായിട്ട് ഒന്ന് പ്രത്യേകം ഓർക്കാം.
Then all about FinProve. FinProve ഒരു ഗ്രൂപ്പ് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ഓർഗനൈസേഷൻ ആണ്. നമ്മുടെ ഒരു പാരന്റ് കമ്പനി ഉണ്ട്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫേം ആണ്. ആ ഫേമിന്റെ റിക്വയർമെന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആക്ച്വലി ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ബാക്ക് ബോൺ ആയിട്ട് എല്ലാം ഉള്ളത് ചാർട്ടേഡ് അക്കൗണ്ടൻസും മാനേജ്മെന്റ് പ്രൊഫഷണൽസും ആണ്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് ഈ അക്കാഡമിക് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ഇൻഡസ്ട്രി എക്സ്പെക്ടേഷനും തമ്മിലൊരു സ്കിൽ ഗ്യാപ്പ് ഉണ്ട്, അത് ഫില്ല് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളാണെങ്കിലും പലരും ജോബിലേക്ക് കയറിയിട്ടുള്ള ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ ഇതേപോലുള്ള പ്രോഗ്രാംസ് ഒക്കെ പഠിച്ചിട്ട് കയറിയവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു ആഗ്രഹിക്കുന്ന കരിയറിലേക്ക് കയറാൻ പറ്റാണ്ട് വേറെ കരിയറിലേക്ക് എടുത്തവരുണ്ടായിരിക്കാം. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിൽ നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതിനാണ് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ഒത്തിരി ജോബ് ഓറിയന്റഡ് പ്രോഗ്രാംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അതിലൊരു ഡൊമൈൻ ആണ്. ഇതുകൂടാതെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡേറ്റ അനലിറ്റിക്സ് അങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒരു അച്ചീവ്മെന്റ്സ് പറയുവാണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ 7,000+ ലേണേഴ്സ് ഉണ്ട്, 90% പ്ലേസ്മെന്റ് റെക്കോർഡ്സ് ഉണ്ട്. അതെല്ലാം നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത് സ്ട്രോങ് നെറ്റ്വർക്ക് ഓഫ് 10+ സെന്റേഴ്സ് ആണ്. ദെൻ നമ്മൾ ഓരോ ജേർണിയിലും ഓരോ പർട്ടിക്കുലർ ഇന്റർവെല്ലിലും നമ്മുടെ സ്റ്റുഡൻസ് കംപ്ലീറ്റ്ലി നമ്മളെ കൂടെ ഹാപ്പിയാണ് എന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മൾ കറക്റ്റ് ആയിട്ട് അവരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ അതിനകത്തു നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഈ ഒരു എന്നല്ല കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സ്കോറൊക്കെ തന്നിട്ടുള്ളത്. അപ്പം ഇനിയും നിങ്ങളുടെ ഒരു ജേർണിയിലും ഉറപ്പായിട്ടും അത്തരത്തിലുള്ള സപ്പോർട്ടുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ദെൻ നമ്മുടെ വിഷനും മിഷനും എല്ലാം പറയുവാണെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ നമ്മുടെ സ്കില്ലിംഗ് യങ് ഇന്ത്യ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. അതായത് കംപ്ലീറ്റ്ലി നമ്മുടെ ലേണേഴ്സ്, നമ്മുടെ ഫിൻപ്രൂവിലേക്ക് എത്തുന്ന ഏതൊരു ലേണർ ആണെങ്കിലും അവരെ ഇൻഡസ്ട്രി റിലവന്റ് ആയിട്ടുള്ള സ്കിൽസ് പഠിപ്പിച്ച് അവരുടെ ഒരു കരിയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിന് അല്ലെങ്കിൽ എംപ്ലോയീസിനെ കിട്ടുന്നത് വഴി ഓഫ് കോഴ്സ് ഓരോ ഓർഗനൈസേഷനും കൂടിയാണ് ഗ്രോ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആണ് ഫിൻപ്രൂവിന്റെ വിഷനും മിഷനും എല്ലാം ഉള്ളത്. പിന്നെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിലും ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അക്രഡിറ്റേഷൻസ് ആണ് അതിന് വാല്യൂബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ നമ്മളെല്ലാം കോളേജൊക്കെ തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക റെപ്യൂട്ടഡ് ആയിട്ടുള്ളതാണോ എന്നൊക്കെ നോക്കിയിട്ടുണ്ടാവുക. അതിന്റെ പല അക്രഡിറ്റേഷൻസിലൂടെയാണ്, UGC അക്രഡിറ്റഡ് ആണോ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പലരും കോളേജ് ഒക്കെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെയാണ് നമ്മളെ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചൂസ് ചെയ്യുമ്പം അക്രഡിറ്റഡ് ആയിട്ടുള്ള സെന്റേഴ്സ് ചൂസ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഓഫ് കോഴ്സ് ഫിൻപ്രൂവും അക്രഡിറ്റഡ് ആവണം എന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എയിം ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം അക്രഡിറ്റേഷൻസ് ഫിൻപ്രൂവിനുള്ളത്. നമ്മൾ ISO സർട്ടിഫൈഡ് ആണ്, ISO 9001 2015 സർട്ടിഫൈ ചെയ്ത ഓർഗനൈസേഷൻ ആണ്. ഇതുകൂടാതെ തന്നെ സ്റ്റെഡ് കൗൺസിൽ, സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് കൗൺസിൽ, സ്റ്റെഡ് കൗൺസിൽ അക്രഡിറ്റേഷൻ ഉണ്ട്. ദെൻ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ NSTC അക്രഡിറ്റേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ടാലി, സോഹോ ബുക്സ്, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ആണ്. ഇവരുടെ എല്ലാം ഓത്തറൈസ് ട്രെയിനിങ് സെന്റർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ദെൻ AIA എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് ഇന്റർനാഷണൽ അക്കൗണ്ടന്റ്. നമ്മളുടെ ഇപ്പൊ ഇവിടത്തെ CA എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഉള്ള UK ഒരു ബോഡിയാണ് AIA എന്ന് പറയുന്നത്. അവരുടെ എക്സ്ക്ലൂസീവ് ഇന്ത്യ പാർട്ട്ണർ ആണ്. ദെൻ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ റെക്കഗ്നേഷൻ ഉണ്ട്. ഇത് കൂടാതെ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് IIT പാലക്കാട് ടെക് ഹബിന്റെ അക്രഡിറ്റേഷനോട് കൂടിയിട്ടാണ്. അപ്പം ഓരോ ഏരിയയിലും നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള അക്രഡിറ്റേഷൻസും കാര്യങ്ങളൊക്കെ അത് കുട്ടികൾക്ക് എന്തുമാത്രം ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളത് നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് 10+ സെന്റേഴ്സ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ട്രിവാൻഡ്രത്ത് നമുക്ക് സെന്റർ ഉണ്ട്, അതുപോലെ തന്നെ പത്തനംതിട്ട പന്തളത്ത് നമുക്ക് സെന്റർ ഉണ്ട്. എറണാകുളത്ത് നമുക്ക് 2 സെന്റേഴ്സ് ആണുള്ളത്. പിന്നെ മലപ്പുറത്ത് മഞ്ചേരിയിൽ സെന്റർ ഉണ്ട്. കാലിക്കറ്റ് നമുക്ക് KSRTCയുടെ ഓപ്പോസിറ്റും ആലപ്പുഴയും കൊല്ലവും ടൗണിൽ തന്നെയാണുള്ളത്. കൊല്ലം കടപ്പാക്കടയാണ് വരുന്നത്. ദെൻ കർണാടകയിൽ നമുക്ക് 2 സെന്റർ ഉണ്ട്, ബാംഗ്ലൂർ, വിജയനഗറിലും കോറമംഗലയും. ഇതുകൂടാതെ ഓൺലൈൻ IBAP ഒക്കെ കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ്. അപ്പൊ ഓൺലൈൻ എന്ന് പറയുന്നത് നമ്മളൊരു സെന്റർ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ദെൻ ഓൾ അബൌട്ട് അവർ കോർ ടീം. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഓർഗനൈസേഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്തത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണെന്നുള്ളത്. അപ്പൊ അതാണ് ഫസ്റ്റ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത്. CA ആനന്ദ് കുമാർ സർ നമ്മുടെ ഫൗണ്ടറും ചെയർമാനും ആണ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അതുപോലെ തന്നെ EYയിലെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു. EY
നിങ്ങൾക്ക് അറിയായിരിക്കും, MNC ബിഗ് 4 കമ്പനിയാണ്. അപ്പൊ അവിടുത്തെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു. അതുകൂടാതെ നമുക്കൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫേം ഉണ്ട്, ഞാൻ പറഞ്ഞു, ജാക്സൺ എന്നാണ് പേര്, അതിന്റെ ഡയറക്ടർ കൂടിയാണ്. പിന്നെ ഒരുപാട് ബിസിനസ് ഓണേഴ്സിന്റെ മെന്ററും കൂടിയാണ്. ദെൻ CA വീണ വിജയൻ നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ്, ഒരു റെപ്യൂട്ടഡ് CA ഫേമിന്റെ എക്സ് പാർട്ട്ണർ ആയിരുന്നു. CA അനീഷ് തോമസ് സർ നമ്മുടെ അക്കാഡമിക് ഹെഡ് ആണ്, ബാംഗ്ലൂർ. സർ ഒരു എക്സ് ഡിലോയിറ്റും എക്സ് EYU ആണ്. ഡിലോയിറ്റും EYU എല്ലാം തന്നെ ബിഗ് 4 കമ്പനീസ് ആണ്. ദെൻ രാജേഷ് സർ നമ്മുടെ ചീഫ് ഗ്രോത്ത് ഓഫീസർ ആണ്. സാറും ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ റൺ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ദെൻ CA ടാനിയ മാത്യു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, നമ്മുടെ കേരളയുടെ അക്കാഡമിക് ഹെഡ് ആണ്. എന്നെ ഞാൻ പരിചയപ്പെടുത്തി. ഫിലിപ്പ് ലൂക്ക് സർ നമ്മുടെ CMO ആണ്. സർ AGM ലെക്സർ കമ്പനിയുടെ AGM ആയിരുന്നു. ലെക്സർ എന്ന് പറയുമ്പോൾ നമ്മുടെ പാർക്കർ പെന്നിന്റെ കമ്പനിയാണ്, അവിടുത്തെ AGM ആയിരുന്നു ഫിനാൻസിൽ തന്നെ. അജ്മൽ ജലീൽ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ സ്കിൽസിന്റെ വെർട്ടിക്കൽ ഹെഡ് ആണ്. അതുപോലെ തന്നെ ഫിനാൻസ് ആൻഡ് ബിസിനസ് ആൻഡ് ഫിനാൻസ് സ്കൂളിന്റെ വെർട്ടിക്കൽ ഹെഡ് ആണ് മാത്യു കെ വർഗീസ്. ദെൻ പ്ലേസ്മെന്റ്സിന്റെ SROയുടെ മാനേജർ ആണ് വിഷ്ണു. സോ ഇത്രയും പേരാണ് നമ്മുടെ കോർ ടീമിൽ വരുന്നത്. ഇവരെ കൂടാണ്ട് തന്നെ നമുക്ക് അഡ്വൈസറി ബോർഡിൽ ഒത്തിരി പ്രൊമിനന്റ് മെമ്പേഴ്സ് ഉണ്ട്. CA അലക്സ് വൈനൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, എക്സ് EYയും എക്സ് ഡിലോയിറ്റും ആയിരുന്നു, നമ്മുടെ സ്ട്രാറ്റജിക് അഡ്വൈസർ ആണ്. ദെൻ ശ്രീധരൻ രാധാകൃഷ്ണൻ നായർ നമ്മുടെ സ്ട്രാറ്റജിക് അഡ്വൈസർ ആണ്. സർ IIM പോലുള്ള വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ വിസിറ്റിംഗ് ഫാക്കൽറ്റി ആണ്. അതുകൂടാതെ തന്നെ ഒത്തിരി ബിസിനസ് ഓണേഴ്സിന്റെ മെന്റർ ആണ്. ദെൻ ശ്രീകുമാർ ഭദ്രാനന്ദ സർ നമ്മുടെ സ്ട്രാറ്റജിക് അഡ്വൈസർ ആണ്. ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ദുബായ് ഇൻവെസ്റ്റ്മെന്റ്സ് PJSCയുടെ ഒക്കെ ഡയറക്ടർ ആണ്. ദെൻ ദിനേശ് തമ്പി സർ ഫോർമർ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഡെലിവറി സെന്റർ ഹെഡ് TCSന്റെ നമ്മുടെ സ്ട്രാറ്റജിക് അഡ്വൈസർ ആണ്. ദെൻ PH കുര്യൻ സർ നമ്മുടെ സ്ട്രാറ്റജിക് അഡ്വൈസർ ആണ്. സർ ഫോർമൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു. അപ്പൊ ഇത്രയും പേരാണ് നമ്മുടെ അഡ്വൈസറി ബോർഡിലുള്ളത്. ഇവരുടെ എല്ലാവരുടെയും ഒത്തിരി ഇൻസൈറ്റ്സ് നമ്മുടെ പല ഡെവലപ്മെന്റ് സ്റ്റേജിലും തന്നിട്ടുണ്ട്, ഇപ്പോഴും തരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദെൻ നമ്മുടെ പ്രോഡക്ട്സ് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. നമുക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് പ്രോഗ്രാംസ് ഉണ്ട്, അതിലൊന്നാണ് IBAP എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒത്തിരി വേറെയും പ്രോഗ്രാംസ് നമുക്കുണ്ട്. വീക്ക് ഡേയ്സിലൊക്കെ ആയിട്ട് കംപ്ലീറ്റ്ലി ഡേ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ്, വീക്കെൻഡ്സ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ദെൻ സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പം കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാംസ് ഒക്കെ മാത്രം മതി എന്ന് പറയുന്നവരുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അപ്പം അവരുടെ തന്നെ കമ്പനിയിൽ അല്ലെങ്കിൽ അടുത്തൊരു കമ്പനിയിലേക്ക് പോകുമ്പോൾ SAP പോലുള്ള പ്രോഗ്രാം പഠിച്ചിട്ട് കുറച്ചുകൂടി ഒന്ന് കരിയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് പ്ലാനുള്ള ആളുകൾ, അങ്ങനെയൊക്കെ ഷോർട്ട് പ്രോഗ്രാംസിനായിട്ട് വരാറുണ്ട്. അതുകൂടാണ്ട് തന്നെ സെൽഫ് ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പം ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് ഒന്നും ക്ലാസ്സിന് വരാൻ പറ്റില്ല, പക്ഷെ തന്നെ ഇരുന്ന് പഠിക്കാൻ പറ്റും എന്നുള്ളവർക്ക് ചൂസ് ചെയ്യാവുന്നതാണ് സെൽഫ് ബേസ്ഡ് ലേണിംഗ് കോഴ്സസ്. ഇതുകൂടാതെ പ്രാക്ടീസ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്കും ഉണ്ടായിരിക്കും. അത് കൂടെ ഫയലിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കാൻ പറ്റും. ദെൻ സ്പോട്ട് ജിറാഫ് എന്ന് പറയുന്നത് നമ്മുടെ ഹയറിംഗ് പ്ലാറ്റ്ഫോം ആണ്. അതിൽ കൂടെയാണ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതുകൂടാതെ തന്നെ നമുക്ക് ബിസിനസ് ട്രെയിനിങ്സും ഉണ്ട്. കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കോർപ്പറേറ്റ് ട്രെയിനിങ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മുടെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഫിൻപ്രൂവിന്റെ എഡ്ജ് ഞാനൊന്ന് ബ്രീഫ് ചെയ്ത് ഒന്നുകൂടെ പറയാം. നമുക്ക് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡേറ്റ അനലിറ്റിക്സ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഓരോ പ്രോഗ്രാമിലും നമ്മൾ 100-ലധികം കേസ് സ്റ്റഡീസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ ആയിരിക്കും പ്രാക്ടിക്കലി ഓറിയന്റഡ് ആയിട്ട് ആണ് നമ്മൾ ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സ്പേർട്ട് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസും അതുപോലെ തന്നെ ബിസിനസ് ഫിനാൻസിലെല്ലാം എക്സ്പേർട്ട് ആയിട്ടുള്ള മാനേജ്മെന്റ് പ്രൊഫഷണൽസും ഒക്കെയാണ് നമ്മുടെ ടീമിലുള്ളത്. ഞാൻ പറഞ്ഞു 7,000+ സ്റ്റുഡൻസിന് ഇതിനോടൊക്കെ നമ്മൾ പഠിപ്പിച്ചിറക്കിയിട്ടുണ്ട്. അതിൽ തന്നെ 90% പ്ലേസ്മെന്റ്സ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ദെൻ ലേണിംഗ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്കും ആക്സസ് കിട്ടുന്നുണ്ടായിരിക്കും. AI ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് കരിക്കുലംസ് ആണ് നമ്മൾ എല്ലാത്തിലും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് ഫിൻപ്രൂവിന്റെ മെയിൻ എഡ്ജ് എന്ന് പറയുന്നത്. ഒരുപാട് കമ്പനീസിൽ നമ്മുടെ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ചെയിൻ ആക്ച്വലി ഗ്രോ ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. നമ്മൾ ഓരോ മാസവും നമുക്ക് ഇതുപോലെയുള്ള എംപ്ലോയർ ടൈപ്പുകൾ ഇങ്ങനെ ആഡപ്പ് ആയിക്കൊണ്ടേ ഇരിക്കുവാണ്.
ദെൻ നമുക്ക് ക്ലാസ്സുകൾ മാത്രമല്ല ഒരു വൈബ്രന്റ് ക്യാമ്പസ് തന്നെയാണ് നമ്മൾ എല്ലായിടത്തും ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഓൺലൈൻ ആണെന്ന് കരുതിയിട്ട് നിങ്ങൾക്കും അതിനകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇപ്പോൾ ഓണം പോലെയുള്ള ക്രിസ്മസ് പോലുള്ള പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്കൊക്കെ പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ നേരിട്ട് സെന്റേഴ്സിലേക്ക് വിസിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ആനുവൽ ഇവന്റ്സ് ഉണ്ട്, കോമ്പറ്റീഷൻസ് ഉണ്ട്. അതെല്ലാം ഓൺലൈൻ സെന്ററിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും. ഫിൻസ്പിരേഷൻ പോലുള്ള ഒരു ആനുവൽ ഒരു പ്രോഗ്രാം നമുക്കുണ്ട്. അത് യൂഷ്വലി എറണാകുളത്ത് വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്യാറുള്ളത്. ഓൺലൈൻ ആയിട്ടുള്ള കുട്ടികൾക്കെല്ലാം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്കും അത്തരത്തിലുള്ള ഒരു വീണ്ടും ഒത്തിരി പേര് ജോബൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ എഗെയിൻ തിരിച്ച് നമ്മളൊരു ക്യാമ്പസ് ലൈഫിലേക്കൊക്കെ വരുന്ന രീതിയിൽ ഒരു ചെറിയൊരു എൻജോയ്മെന്റ് ഒക്കെ ഇതുവഴിയും നമുക്ക് കിട്ടും. പിന്നെ അക്കാഡമിക്സ് ടീം വലിയൊരു ടീമാണ്. ഞാൻ എല്ലാവരെയും ഒന്നും പരിചയപ്പെടുത്തുന്നില്ല. ടാനിയ മാത്യു അതുപോലെ തന്നെ അനീഷ് തോമസ് നമ്മുടെ അക്കാഡമിക് ഹെഡ്സ് ആണ്. അവർ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ദെൻ കരിയർ സക്സസ് ടീമിനാണ് എനിക്ക് അടുത്തൊന്ന് പരിചയപ്പെടാനുള്ള. കാരണം നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ജേർണിയിൽ ഒത്തിരി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണ്ടി വരിക ഇവരുടെ സൈഡിൽ നിന്നാണ്. അപ്പൊ ഞാൻ ഇവരെ കണക്ട് ചെയ്യാനുള്ള നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ഐഡിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്പർ എന്ന് പറയുമ്പോൾ വാട്സപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇമെയിൽ നിങ്ങൾക്ക് അയക്കാം. രണ്ടും ഒരു ടിക്കറ്റ് സിസ്റ്റം ആണ്. ടിക്കറ്റ് ആയിട്ടായിരിക്കും അവർക്ക് പോവുക. അപ്പം ഇമ്മീഡിയറ്റ്ലി മാക്സിമം ഒരു 1 അവറിനുള്ളിൽ, അവരുടെ വർക്കിംഗ് ടൈം ആണെങ്കിൽ വിത്തിൻ ഒരു 1 അവറിനുള്ളിൽ അവർ നിങ്ങളെ കണക്ട് ചെയ്യും. മൺഡേ ടു ഫ്രൈഡേ 9 to 6 സാറ്റർഡേസ് 9 to 1 ആണ് വർക്കിംഗ് ടൈം ആയിട്ട് വരുന്നത്. ഇനി അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ടൈമിംഗ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ നിങ്ങളെ അടുത്ത വർക്കിംഗ് ഡേയിൽ കണക്ട് ചെയ്യും. ഇനി അല്ല, നിങ്ങൾക്ക് ഭയങ്കര അത്യാവശ്യമായിട്ട് ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ നിങ്ങളുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. അതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരെ പേഴ്സണൽ ആയിട്ടുള്ള കണക്ട് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സും അവൈലബിൾ ആണ്. അപ്പൊ മാക്സിമം ടിക്കറ്റിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാനും എളുപ്പമുണ്ട്. നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ ഒരു നിങ്ങളുടെ ആ ഒരു കൺസേൺ എന്ന് പറയുന്നത് ക്ലിയർ ആയോ എന്നുള്ളത് നിങ്ങൾക്കും മോണിറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. കുറച്ചൊരു ഹൗസ് കീപ്പിംഗ് അനൗൺസ്മെന്റും കൂടി എനിക്ക് പറയാനുള്ളത്. അറ്റ്ലീസ്റ്റ് 5 minutes മുന്നേ തന്നെ ജോയിൻ ചെയ്യാം. 8 മണിക്കാണ് നമ്മുടെ സെഷൻ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ 5 minutes മുന്നേ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ പലരും വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. 1-2 ക്ലാസ് ഒക്കെ കഴിയുമ്പോഴത്തേനും പതുക്കെ മടിയൊക്കെ തുടങ്ങും. അതൊന്നും ഒക്കെ മാറ്റി വെക്കുക. കാര്യം നമുക്ക് എന്തായാലും ഒരു എയിം ഉണ്ട്. 4 months ഉള്ളിൽ നമുക്ക് ഇത് കോഴ്സ് തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും പല എയിമോട് കൂടിയിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ജോയിൻ ചെയ്യുന്ന ടൈമിൽ നെറ്റ് കണക്ഷൻ, മൈക്ക്, ക്യാമറ ഒക്കെ നോക്കുക. മാക്സിമം വീഡിയോസ് ഓൺ ആക്കി വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം. അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് മ്യൂട്ടിൽ തന്നെ കീപ്പ് ചെയ്യാം. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ലീവ് എടുക്കണം എന്നാണെങ്കിൽ ഫാക്കൽറ്റിയെ ഇൻഫോം ചെയ്യുക. അതുപോലെ തന്നെ അൺനെസസറി ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കുക. വീട്ടിലാവുന്നതുകൊണ്ടും വൈകുന്നേരം ആവുന്നതുകൊണ്ടും ചെറിയ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരും. അപ്പൊ മാക്സിമം ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആദ്യം കണ്ടുപിടിക്കുക. അതും പ്രത്യേകിച്ച് നമ്മൾ തന്നെ ഒരു റൂമിലൊക്കെ ആണെങ്കിൽ അതായിരിക്കും ഏറ്റവും എന്താ പറയാ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അത് ചൂസ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഇപ്പൊ ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്ന് കരുതിയാലും നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, ഡൗട്ടാണ്, അതെങ്ങനെ ചോദിക്കുക എന്നൊന്നും മടിച്ചിരിക്കേണ്ട. ഡൗട്ട് എന്ത് വന്നാലും ചോദിക്കുക. ദെൻ ഡ്യൂസും കാര്യങ്ങളൊക്കെ ഓൺ ടൈമിൽ ക്ലിയർ ചെയ്യുക. കാരണം ഒരുപാട് ആക്സസുകൾ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതെല്ലാം ഒട്ടും ഇന്ററപ്ഷൻ ഇല്ലാതെ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഡ്യൂസ് എല്ലാം ഓൺ ടൈമിൽ ക്ലിയർ ചെയ്യുക. കാരണം ഇതെല്ലാം ഒരു തേർഡ് പാർട്ടി ആക്സസ് ഉള്ള സെർവറുകളാണ്. അപ്പം നമ്മളുടെ ഈ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഡ്യൂ വരുന്നതിനനുസരിച്ചിട്ട് ആ സെർവർ ആക്സസുകൾ കട്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. പലരും വീഡിയോസ് ഓഫാണ്. ഞാൻ അധികം നിർബന്ധിക്കാത്തത് നിങ്ങളെല്ലാവരും വീട്ടിലാണെന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ മാക്സിമം വീഡിയോസ് ഒക്കെ ഓൺ ആക്കി വെച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അപ്പം നിങ്ങൾ കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ്, നിങ്ങളുടെ ഫേസ് എക്സ്പ്രഷൻ എന്നൊക്കെ ഫാക്കൽറ്റിക്ക് മനസ്സിലാവും നിങ്ങൾ കേൾക്കുന്നുണ്ടോ, അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പൊ അത് ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആണ്? എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഇല്ലെങ്കിൽ ഞാൻ ഫാക്കൽറ്റിക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. ഓൾ സെറ്റ് ആണല്ലോ അല്ലേ? ഓക്കെ, സോ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ നെക്സ്റ്റ് ഞാൻ ഫാക്കൽറ്റിക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. ഡീന മിസ് ഉണ്ട്. നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഡീന മിസ് നിങ്ങളത് പറഞ്ഞുതരും. സോ ഡീന മാം, ഓവർ ടു യു. താങ്ക് യു പ്രീത മാം. പറ്റുന്ന എല്ലാവരും ഒന്ന് ക്യാമറ സ്വിച്ച് ഓൺ ചെയ്ത് വെക്കാവോ? നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിൽ ക്യാമറ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് വെക്കാവോ? ഓക്കെ, സോ ഫസ്റ്റ് ക്ലാസ് ആണ്. നിങ്ങൾ കുറെ നേരമായിട്ട്
കുറെ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കാന്ന് എനിക്കറിയാം. നമ്മൾ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവില്ല. ഞാൻ ക്ലാസിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നുണ്ടാവുക. നിങ്ങളുടെ നോൺ കൊമേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാമോ, അല്ലെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തോ പറയാവോ? നോൺ കൊമേഴ്സ് ആരെങ്കിലും ഉണ്ടോ? എല്ലാരും കൊമേഴ്സ് തന്നെയാണോ? കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആണോ? ആണ്, എല്ലാരും കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആണ്. പഠിക്കുന്ന വർക്ക് ചെയ്യുന്ന എത്ര പേരുണ്ട്? വർക്ക് ചെയ്യുന്നവരുണ്ടോ? ഞാൻ വർക്ക് ചെയ്യുന്നു. 1-2 പേരുണ്ട്. ഓക്കെ, അപ്പൊ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഓക്കെ ഓക്കെ, ഒരു 3-4 പേര് എങ്ങനെയുണ്ട് അല്ലെ വർക്ക് ചെയ്യുന്നത്? ഓക്കെ, ഡൺ. അപ്പൊ ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഏത് ഏരിയ ആണ് അങ്ങനെയൊക്കെ. സോ ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് ഡീന അഗസ്റ്റിൻ. ഞാൻ ആക്ച്വലി ഫിൻപ്രോയില് സീനിയർ അക്കാദമിക് കോണ്ടന്റ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഐബാപ്പ് എന്ന് പറയുന്ന കോഴ്സിന്റെ കോഴ്സ് മാനേജറും കൂടിയാണ്. അപ്പൊ ആക്ച്വലി നിങ്ങളുടെ ഈ ഒരു കോഴ്സിന്റെ ഫുൾ ജേർണിയിൽ ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യുന്നത് ഫുള്ളി ഞാനായിരിക്കില്ല. പക്ഷെ നിങ്ങളുടെ എന്തെങ്കിലും കൺസേൺസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഒരു എൻഡ് പോയിന്റ് കോണ്ടാക്ട് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഞാൻ ഗ്രൂപ്പിൽ ലിങ്ക് ഷെയർ ചെയ്തിട്ടുള്ളതാണ് എന്റെ പേഴ്സണൽ നമ്പർ. പേരൊന്നുകൂടി പറയാം, ഡീന എന്നാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, അതായത് ഇപ്പൊ നിങ്ങൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ചിലപ്പോൾ പ്ലേസ്മെന്റിന്റെ സമയത്തോ ഒക്കെ നിങ്ങൾക്ക് എന്റെ ഹെൽപ്പ് വേണ്ടി വരും. ഡൗട്ട്സുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എക്സാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ഈ ഒരു കോഴ്സ് എൻഡ് ചെയ്യുന്നവരെ കാണും. കോഴ്സ് എൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കാണും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ജസ്റ്റ് പേര് സേവ് ചെയ്ത് വെക്കുക. എന്തെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾ സ്റ്റക്ക് ആവുന്നുണ്ട്, ഏതെങ്കിലും ഫാക്കൽറ്റീനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പ്രത്യേകിച്ച് ഓൺലൈൻ കൂടി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഏറ്റവും അവസാനം ആരെ കോൺടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ഇഷ്യൂ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ നിങ്ങളുടെ മൈൻഡിൽ വേണ്ട. എന്തെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മൾ ആക്ച്വലി നമ്മുടെ ഐബാപ്പിന്റെ കോഴ്സ് സ്ട്രക്ചർ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയാമായിരിക്കും 4 മാസത്തെ ഒരു കോഴ്സാണ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് നോർമലി ട്യൂസ്ഡേയും തേഴ്സ്ഡേ ആണ് ക്ലാസ് ഉണ്ടാവുക. കൺഫ്യൂഷൻ ഇല്ലല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നു. ഈ ട്യൂസ്ഡേ തേഴ്സ്ഡേ ക്ലാസ്സസ് എന്ന് പറയുമ്പോഴേക്കും 7 മണി തൊട്ട് 9 മണിയുടെ ഇടയിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഫാക്കൽറ്റീസ് ചിലപ്പോൾ 7 മണിക്കായിരിക്കും സെഷൻ വെക്കുക. സോ നിങ്ങൾ 7 മണിക്ക് ജോയിൻ ചെയ്യേണ്ടി വരും. ചിലർ 7:30 ആയിരിക്കും ടൈം ഓപ്റ്റ് ചെയ്യുക. സോ 7:30 ആയിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഓരോ ഫാക്കൽറ്റിയുടെ ടൈം അറേഞ്ച്മെന്റും കൂടി വെച്ചിട്ടാണ് നമ്മൾ 7 to 9 ഇടയിൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ചില ദിവസം 7 മണിക്കായിരിക്കും, ചില ദിവസം 7:30 ആയിരിക്കും, ചില ദിവസം 8 മണിയായിരിക്കും. നിങ്ങളപ്പോ എന്ത് ചെയ്യണം? ഗ്രൂപ്പിൽ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചേക്കണം. ഗ്രൂപ്പിൽ ഒരു ഉച്ചയ്ക്ക് മുന്നേക്ക് ആയിട്ട് എന്തായാലും ലിങ്ക് വരുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ഓരോ ക്ലാസ്സിന്റെയും. അപ്പൊ ക്ലാസ്സിന്റെ ടൈമിങ് നിങ്ങൾ നോക്കണം. ഒരു ദിവസം ചിലപ്പോൾ 7 മണിക്കാന്ന് വിചാരിച്ചിട്ട് എല്ലാ ദിവസവും നിങ്ങൾ 7 മണിക്കാണെന്ന് വിചാരിക്കരുത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചേക്കാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയുന്നത്, ലിങ്കിനകത്ത് ടൈം ഉണ്ടാവും, ആ ടൈം നിങ്ങൾ നോട്ട് ചെയ്യണം. കാരണം നമ്മുടെ സ്റ്റുഡൻസിന് തന്നെ അങ്ങനെ അവരങ്ങനെ തിങ്ക് ചെയ്തിട്ട് ക്ലാസ്സിൽ കയറാണ്ടൊക്കെ ഇരുന്നിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് വരാറുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ നേരത്തെ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് വരുത്തണ്ട. ലിങ്ക് ഇടുന്ന ടൈം നിങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ട്യൂസ്ഡേയും തേഴ്സ്ഡേ ആണ് ക്ലാസ്. ചിലപ്പോൾ ഹോളിഡേയ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ലീവ് ഉണ്ടാവും. പിന്നെ ചില ഫാക്കൽറ്റീസ് അതിന് പകരം എക്സ്ട്രാ ക്ലാസ് ആയിട്ട് ചിലപ്പോൾ ഫ്രൈഡേ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കും. അപ്പൊ അതും നിങ്ങളുടെ അടുത്ത് ഗ്രൂപ്പിൽ ഇന്റിമേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സപ്പോസ് ഇപ്പൊ ട്യൂസ്ഡേ ക്ലാസ് എടുക്കാൻ പറ്റില്ലെങ്കിൽ ചിലപ്പോൾ വെനസ്ഡേ ക്ലാസ് എടുക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അൺസേർട്ടൺ ആയിട്ടുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു ഫാക്കൽറ്റിക്ക് ഒരു മെഡിക്കൽ എമർജൻസി അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിലാണ് ഈ ട്യൂസ്ഡേ എന്നുള്ളത് ചേഞ്ച് ചെയ്യുള്ളൂ. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? പ്രത്യേകിച്ച് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കുറച്ച് പേരുള്ളതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. കാരണം നിങ്ങൾ കുറെ ടൈം ഇതിലേക്ക് വേണ്ടി അലോക്കേറ്റ്, എല്ലാവരുടെയും ടൈം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? അതുകൊണ്ട് പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. ഞാനും വർക്ക് ചെയ്യുന്ന ആളാണ്, അപ്പൊ എനിക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ സൈഡിൽ നിന്നും കൂടി തിങ്ക് ചെയ്തിട്ടത് പറയുന്നത്. ഇത്രയും ഓക്കെ ആണെങ്കിൽ എനിക്കൊരു തംസ് അപ്പ് തരുമോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ? ഓക്കെ, ഇനി 1-2 കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം. നമ്മുടെ ക്ലാസ്സിന്റെ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആക്ച്വലി ഇപ്പൊ ഇതുപോലെ ഫാക്കൽറ്റീസ് ക്ലാസ് എടുത്ത് തരുന്നുണ്ടാവും നിങ്ങൾക്ക്. ഈ ക്ലാസ് എടുത്ത് തരുന്നത് മാത്രമല്ല നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന
മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ എടുക്കുന്ന ക്ലാസ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല. നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു LMS കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. LMS എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. ആക്ച്വലി അതില് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോസ് ആണ് ഉള്ളത്. അതായത് ഇപ്പൊ ഞാൻ ഫസ്റ്റ് എടുക്കുന്ന സബ്ജക്ട്, അതായത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് വെച്ചിട്ടാണ്. പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് നമ്മളൊരു ഒരു 6 ദിവസമൊക്കെ മാക്സിമം നീണ്ടു നിൽക്കുന്ന ഒരു സെഷനാണ്. അക്കൗണ്ട്സിന്റെ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ക്ലിയർ അല്ലെങ്കിൽ അതൊന്ന് ക്ലിയർ ആക്കി തരുന്ന സെഷനാണ് പ്രാക്ടിക്കൽ അക്കൗണ്ടിങ്ങിൽ ഉണ്ടാവുക. അപ്പൊ ഈ ഒരു ക്ലാസ് ഞാൻ പൊടിക്ക് സ്പീഡിലായിരിക്കും എടുത്തു പോവാ. കോൺസെപ്റ്റുകളെല്ലാം കുറച്ച് സ്പീഡിലായിരിക്കും എടുത്തു പോകും. ഞാൻ ഒരു ദിവസം തന്നെ ജേർണല്, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, P&L, ബാലൻസ് ഷീറ്റ് ഇങ്ങനെ ഒറ്റയടിക്ക് എടുത്തു പോകും. അപ്പൊ പൊടിക്ക് സ്പീഡിലായിരിക്കും എന്റെ ക്ലാസ് പോകുന്നുണ്ടായിരിക്കും. അപ്പൊ ഏതൊരു ഫാക്കൽറ്റിയുടെ ക്ലാസ് ആണെങ്കിലും ഇങ്ങനെ ഭയങ്കര സ്ലോയിലല്ല പോവാ, പൊടിക്ക് സ്പീഡിലാണ് പോവുക. ഇനി നിങ്ങൾ അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് LMS കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സ്പീഡിൽ പറഞ്ഞു പോകുന്നില്ലേ, അത് ഓരോ ടോപ്പിക് വൈസ് നിങ്ങൾക്ക് ചിലപ്പോൾ പിന്നെയും ഒരു ക്ലാരിറ്റിയിൽ കേൾക്കേണ്ടതായിട്ട് വരും. ആ ക്ലാരിറ്റി നിങ്ങൾക്ക് ആ LMS ത്രൂ കിട്ടും. LMS നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ അതൊന്ന് ലോഗിൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പില് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് മെസ്സേജ് വരുന്നുണ്ടാവും LMS എങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടത്. നിങ്ങൾ ഓരോ സ്റ്റുഡൻസിനും LMSൽ ഓരോ ലോഗിൻ ഐഡിയും ഒരു പാസ്വേഡും ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് നോർമലി ലാപ്ടോപ്പിൽ ആക്സസ് ചെയ്യാണ് കുറച്ചും കൂടി എളുപ്പം. ഫോണിലാണെങ്കിലും നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുകയൊക്കെ ചെയ്യും. ഞാൻ അത് കാണിച്ചു തരട്ടെ എങ്ങനെ ഓപ്പൺ ചെയ്യുന്നതെന്ന്. ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഞാനത് സെർച്ച് ചെയ്യുന്ന തൊട്ട് കാണിക്കുകയാണേ. നിങ്ങൾ എല്ലാവരും ഫിൻപ്രോന്റെ വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കണേ. finpro.com നമ്മുടെ വെബ്സൈറ്റിന്റെ URL ആണ്. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. നിങ്ങളിത് കണ്ടിട്ടുണ്ടായിരിക്കും. താഴേക്ക് സ്ക്രോൾ ചെയ്യുക, അല്ലെങ്കിൽ നേരെ സൈൻ ഇൻ കൊടുത്താലും മതി. സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത്രയും ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഈ പറയുന്ന നിങ്ങൾക്ക് ഇവിടെ ഒരു 5 എണ്ണം കാണുന്നില്ലേ, എല്ലാം നിങ്ങൾ ഇനി കോഴ്സിന്റെ പല പല ഏരിയാസിലായിട്ട് യൂസ് ചെയ്യും. ഒന്ന് ഫിൻപ്രോ ലേണിംഗ് LMS, ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ അത്. സ്റ്റുഡന്റ് കണക്ട്, പ്രാക്ടീസ് പോർട്ട്, PCMS, സപ്പോർട്ട് ഡെസ്ക്. ഈ സപ്പോർട്ട് ഡെസ്കിന്റെ കാര്യമാണ് പ്രീതാമൻ ഏറ്റവും അവസാനം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തില്ലേ ഒരു നമ്പർ, ഓർമ്മയുണ്ടോ? ഒരു സ്ലൈഡിൽ ഒരു നമ്പർ ഷെയർ ചെയ്ത് ഓർക്കുക, അത് ഇതാണ്. ആ ഡെസ്കിൽ അതിലാണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് വന്നാൽ, അതായത് ഇപ്പൊ LMS നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, LMSലെ വീഡിയോ കാണാൻ വേണ്ടി പറ്റുന്നില്ല, ഇപ്പൊ സ്റ്റുഡന്റ് കണക്റ്റിലെ വീഡിയോ റെക്കോർഡ് വന്നിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടത് ഈ സപ്പോർട്ട് ഡെസ്കിലാണ്. ടെക്നിക്കലി ഉള്ള എല്ലാ സപ്പോർട്ട്, അല്ലെങ്കിൽ ഇപ്പൊ പ്രാക്ടീസ് പോയിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല, ലോഗിൻ ഉണ്ടായിരുന്നത് വർക്ക് ആവുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വരാമല്ലോ. അപ്പൊ അതെല്ലാം നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത് സപ്പോർട്ട് ഡെസ്ക് ത്രൂ ആണ്. ഫാക്കൽറ്റി ത്രൂ നിങ്ങൾക്ക് സംസാരിക്കാം, പക്ഷെ സപ്പോർട്ട് ഡെസ്കിലാണ് ടെക് ടീമിനെ കണക്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ടെക് സപ്പോർട്ടോട് കൂടി പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷൻസ് ആണ്. അപ്പൊ ഫാക്കൽറ്റീസിലും കൂടുതൽ ടെക്കിന്റെ സൈഡിൽ നിന്നുള്ള ഹെൽപ്പ് എല്ലാം സപ്പോർട്ട് ഡെസ്കിലാണ് ക്ലിയർ ചെയ്ത് പോവാ. മനസ്സിലായോ? ഓക്കെ, നിങ്ങൾക്ക് ഇത് ക്ലാരിറ്റി ഉണ്ടാവണോട്ടോ, അതിനാണ് ഞാൻ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. LMS എങ്ങനെ എടുക്കുന്നതെന്ന് കാണിച്ചുതരാം. LMS എടുക്കുക, നിങ്ങള് വെബ് ലോഗിൻ ടു LMS ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇത് ലോഗിൻ ചെയ്യേണ്ട ലിങ്ക് ഒക്കെ നാളെ ഗ്രൂപ്പിൽ വരും കേട്ടോ, അത് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്കൊരു യൂസർ ID പാസ്വേഡ് ഉണ്ടായിരിക്കും. യൂസർ നെയിം എന്തായാലും നിങ്ങളുടെ മെയിൽ ID ആയിരിക്കും. പാസ്വേഡ് ഓൾറെഡി നമുക്ക് പ്രൊവൈഡ് ചെയ്യും, നിങ്ങൾക്ക് അത് മെസ്സേജ് ആയിട്ടൊക്കെ വരും. സോ അത് സൈൻ ഇൻ ചെയ്യുക, അത് കൊടുത്തിട്ട്. ഇത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഇവിടുത്തെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കണം കേട്ടോ. ഫീ ഡ്യൂസ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഓപ്പൺ ചെയ്യാം. ഇതിൽ മൈ എൻറോൾമെന്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ കോഴ്സ് ഏതാണോ അത് ഇവിടെ വിസിബിൾ ആയിരിക്കും. ഇപ്പൊ എനിക്കിവിടെ കുറെ കാണിക്കും, എൻ്റെ കയ്യിൽ കുറെ ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ IBAP എന്ന് പറയുന്ന ഒരു ഒറ്റ കോഴ്സ് ആയിരിക്കും ഉണ്ടാവുക, അത് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ പഠിക്കുന്ന സബ്ജക്ട് ഏതാണോ ആ സബ്ജക്റ്റിന്റെ വീഡിയോസ് കണ്ടു തുടങ്ങാം. അതൊന്ന് ലോഡ് ആവട്ടെ, പൊടിക്ക് ടൈം എടുക്കും.
ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാന്ന് വിചാരിക്കുന്നു. വേണ്ടോ? ഇത്രയും സബ്ജക്റ്റുകൾ ഉണ്ട്. പ്രാക്ടിക്കൽ അക്കൗണ്ടിങ്, ടാലി പ്രൈം അല്ല, നിങ്ങൾക്ക് സോഹോ ബുക്സ് ആണുള്ളത്. സോ ടാലി പ്രൈമിന്റെ ആണ് കിടക്കുന്നത്. തൽക്കാലം അത് അവിടെ കിടന്നോട്ട് നമ്മൾ അത് സോഹോ ബുക്സിന്റെ ചേഞ്ച് ചെയ്ത് അപ്ഡേറ്റ് ആവും കേട്ടോ പയ്യെ. സോ പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് ഉണ്ട്. അങ്ങനെ എല്ലാ സബ്ജക്റ്റുകളും, അതായത് ഇ ലേണിംഗ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾക്ക് ഇവിടെ സിലബസിനകത്ത് കാണാനായിട്ട് പറ്റും. ഓൾമോസ്റ്റ് കുറെ സബ്ജക്റ്റുകളുടെ എല്ലാം ഈ പറയുന്ന ഇ ലേണിംഗ് വീഡിയോസിന്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ബാർ ക്ലിക്ക് ചെയ്യുക താഴേക്ക്. മറ്റേ ആ ഒരു ആദ്യം ഉള്ളതൊരു വർക്ക് ബുക്ക് ആണ്. അതായത് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ നോട്ട് ഓപ്പൺ ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഇതിനകത്ത് മാത്രമേ വ്യൂ ചെയ്യാൻ പറ്റുള്ളേ. ഇതിലിങ്ങനെ നിങ്ങൾക്ക് വ്യൂ ചെയ്യാം. ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് എഴുതിയെടുക്കാം. ഇൻട്രൊഡക്ഷൻ അങ്ങനെ, അതായത് നമ്മുടെ നോട്ട്സ് തന്നെ. ഇത് നിങ്ങൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതിയെടുക്കേണ്ടി വരും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. ക്ലാസ്സിൽ പറയുമ്പോൾ നിങ്ങൾക്ക് നോട്ട് മാർക്ക് ചെയ്ത് പോവാം. അതല്ലാതെ ഈ നോട്ട്സും നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. ദെൻ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ, അതിന്റെ കുറച്ച് ഇങ്ങനെ ഓരോരോ വീഡിയോസ് ഉണ്ടാവും. ലീഗൽ എൻറ്റിറ്റി, അതായത് ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള. ഇതിലുള്ള അസൈൻമെന്റുകളൊന്നും കമ്പൾസറി ആയിട്ട് ചെയ്യണമെന്നില്ല, ജസ്റ്റ് നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ക്വിസ് ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. ഇതുണ്ടോ, ഇതില് കുറെ വീഡിയോസ് ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ പഠിക്കുന്നതിനനുസരിച്ചുള്ള കുറെ വീഡിയോസ് ഉണ്ടായിരിക്കും. നമ്മൾ പഠിക്കുന്നതിലും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള വീഡിയോസും ഇതിലുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഫർദർ റെഫറൻസ് പോലെ ആക്ച്വലി ഈ ഒരു സംഗതി യൂസ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ആക്ച്വലി പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പ്രാക്ടിക്കൽ അക്കൗണ്ടിങ്ങിന്റെ ജേർണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ഈ ടോപ്പിക്സ് ആണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. അതിന്റെ ആ ഒരു കുറച്ച് കഥകളൊക്കെയാണ് പറഞ്ഞു പോവുക. അതിന്റെ ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാ പറയാം. സോ ട്രയൽ ബാലൻസ് വരെയുള്ള വീഡിയോസ് നെക്സ്റ്റ് ക്ലാസ്സിന് മുന്നായിട്ട് കണ്ടിട്ട് വേണം നിങ്ങൾ വരാൻ. നെക്സ്റ്റ് ക്ലാസ്സിന് മുമ്പ്, നെക്സ്റ്റ് ക്ലാസ് തേഴ്സ്ഡേ ആണ്. തേഴ്സ്ഡേക്ക് മുന്നായിട്ട് നിങ്ങൾ ഇ ലേണിംഗ്സ് സെറ്റ് ആക്കി എടുക്കുക. ഫീസ് ക്ലിയർ ചെയ്യുക ആദ്യം. ഫീസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇ ലേണിംഗ്സ് ഓട്ടോമാറ്റിക്കലി സെറ്റ് ആവും. അത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോസ് എല്ലാം കണ്ട് നിങ്ങളുടേതായ രീതിയിൽ നോട്ട് പ്രിപ്പയർ ചെയ്ത് ട്രയൽ ബാലൻസ് വരെ നിങ്ങളുടേതായിട്ടുള്ള ഒരു സെൽഫ് സ്റ്റഡി ചെയ്തിട്ട് വേണം വരാൻ. നമ്മളൊരു ഇന്ററാക്റ്റീവ് മോഡിലായിരിക്കും പോകുന്നുണ്ടാവുക. സോ നിങ്ങളുടെ എഫേർട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ടൈം പോലെ ഈ ഒരു ഇ ലേണിംഗ് വീഡിയോസ് നിങ്ങൾ കണ്ട് തുടങ്ങണം എന്നർത്ഥം. മനസ്സിലായോ? ഓക്കെ ആണെങ്കിൽ എനിക്കൊരു തംസപ്പ് തരോ. അപ്പൊ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നാളെ നിങ്ങളുടെ ഗ്രൂപ്പിൽ വരുന്നുണ്ടാവും. അപ്പൊ മോർണിംഗിലേക്ക് തന്നെ ഇടാൻ വേണ്ടി ഞാൻ പറയാം. നമ്മുടെ സ്റ്റുഡന്റ് സപ്പോർട്ട് ടീമിന്റെ സൈഡിൽ നിന്നായിരിക്കും അത് വരുന്നുണ്ടാവുക. സോ നിങ്ങൾ ഇത് നാളെ തന്നെ കണ്ടു തുടങ്ങണം. ഓക്കെ അല്ലേ? ഇത് മനസ്സിലായോ എന്താണെന്നുള്ളത്? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി ഇത് മാത്രമല്ല നമുക്കുള്ളത്, ഒരെണ്ണം കൂടി ഉണ്ട്. ഇത് LMS ആണ്, സ്റ്റുഡന്റ് കണക്ട്. അതാണ് അടുത്തത്. 2 ആപ്ലിക്കേഷൻസ് ആണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. രണ്ടാമത്തത് സ്റ്റുഡന്റ് കണക്ട് ആണ്. അപ്പൊ സ്റ്റുഡന്റ് കണക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്യാം. പ്ലേ സ്റ്റോറില് ഫിൻപ്രോ സ്റ്റുഡന്റ് കണക്ട് എന്ന് നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അത് ഫിൻപ്രോ സ്റ്റുഡന്റ് കണക്ട്. അത് ലോഗിൻ ചെയ്യാനായിട്ടുള്ളത് യൂസർ നെയിം നിങ്ങളുടെ ഫോൺ നമ്പർ ആയിരിക്കും. യൂസർ നെയിം ഫോൺ നമ്പർ ആണ്. പിന്നെ പാസ്വേഡ് എല്ലാവർക്കും ഒന്ന് തന്നെ, 5N001. ഇതാണ് പാസ്വേഡ്. ക്യാപിറ്റൽ തന്നെ അടിക്കണം കേട്ടോ. ഫിൻപ്രോ സ്റ്റുഡന്റ് കണക്ട് എന്ന് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ലിങ്ക് ആയിട്ട് നാളെ ഗ്രൂപ്പിൽ വരും. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഫിൻപ്രോ സ്റ്റുഡന്റ് കണക്ട്. നിങ്ങൾക്ക് അത് ലോഗിൻ ചെയ്യാം വേണമെങ്കിൽ കേട്ടോ. ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തിട്ട് അതിലെന്താ ഉണ്ടാവാന്ന് അറിയാമോ? നിങ്ങളിപ്പോ എന്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ? ആ ക്ലാസ് നിങ്ങൾക്ക് ഒന്നുകൂടെ കേൾക്കണം എന്ന് ഫീൽ ചെയ്യാണ്. ഒരു സബ്ജക്റ്റിന്റെ ക്ലാസ്, ഈ ലൈവ് ക്ലാസ് ഇല്ലേ, ഒന്നുകൂടെ കേൾക്കണം. ആ ലൈവ് ക്ലാസിന്റെ റെക്കോർഡഡ് സെക്ഷൻ ആണ് അതിലുണ്ടാവുക. അപ്പൊ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സൈറ്റ് ലോഗിൻ ചെയ്യുക. അതായത് ആ സ്റ്റുഡന്റ് കണക്ട് ലോഗിൻ ചെയ്യുക. അതില് വീഡിയോ ലൈബ്രറി എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ആ സെക്ഷനിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്ത് കാണാനായിട്ട് പറ്റും? എടുക്കുന്ന ക്ലാസ്, അതായത് ഞാനിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്ന റെക്കോർഡഡ് സെക്ഷൻ നെക്സ്റ്റ് ഡേ ഒരു ഉച്ച വൈകുന്നേരം ഒക്കെ ആവുമ്പോ, ഇന്ന് തന്നെ ആവില്ല കേട്ടോ, നെക്സ്റ്റ് ഡേയിലേക്കാണ് അത് അപ്പ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി.
ഇപ്പൊ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് നെക്സ്റ്റ് ഡേയിലേക്കാണ് അപ്ഡേറ്റ് ആയിട്ട് അതിൽ കാണുള്ളൂ. പിന്നെ അതുപോലെ നിങ്ങളുടെ അറ്റൻഡൻസ് മാർക്ക് ആവുന്നതും എല്ലാം അതിൽ തന്നെയാണ്. മനസ്സിലായോ? ഓക്കെ ആണോ? ക്ലിയർ ആയെങ്കിൽ എനിക്കൊരു തംസപ്പ് തരോ? ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് എന്റെ സൈഡിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് ആണ് നമ്മൾ ആക്ച്വലി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഇന്ന് നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രം പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാമായിരിക്കും അക്കൗണ്ടന്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു കോമൺ ഗോളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് അല്ലെ? വേറെ ഗോളൊന്നും ഇല്ലല്ലോ. അക്കൗണ്ടന്റ് അത് തന്നെയല്ലേ നമ്മുടെ മൈൻഡിലുള്ളത്. എന്തൊക്കെ വർക്കുകളായിരിക്കും ചെയ്യേണ്ടി വരിക ഒരു അക്കൗണ്ടന്റ് റുട്ടീനായിട്ട്? ഐഡിയ ഉണ്ടോ ഒരു ഓഫീസിൽ ചെന്ന് എന്താണ് ആദ്യം ചെയ്യേണ്ടി വരാന്ന്? എന്താ ചെയ്യേണ്ടി വരാ ഒരു അക്കൗണ്ടന്റ്? എന്തായിരിക്കും ചെയ്യേണ്ടി വരാ ഒരു അക്കൗണ്ടന്റ്? ഒന്നും ചെയ്യണ്ടേ? ലാപ്ടോപ്പ് നോക്കിയിരുന്നാ മതിയോ? ഒന്നും ചെയ്യണ്ടേ? ലാപ്ടോപ്പ് നോക്കി ഹായ് നല്ല ലാപ്ടോപ്പ് എന്ന് പറഞ്ഞിരുന്നാ മതിയോ? എന്ത് ചെയ്യണം ഒരു അക്കൗണ്ടന്റ് ആയി കഴിഞ്ഞാൽ? ബേസിക് ആയിട്ട് എന്തൊക്കെ ചെയ്യേണ്ടി വരും ആലോചിച്ച് നോക്കിക്കേ. നമുക്ക് അത് പറഞ്ഞിട്ട് പയ്യെ സ്റ്റോപ്പ് ചെയ്യാം. അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഈ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞവരില്? നിങ്ങൾ എന്താ ഡേ ടു ഡേ ചെയ്യുന്ന ഒന്ന് പറയാവോ? എന്താ മരിയ ചെയ്യാറ് ഡേ ടു ഡേ? ഡേറ്റോടെ വരുന്ന എക്സ്പെൻസും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് പിന്നെ ബാങ്കിന്റെ റെക്കോർഡിംഗ് ആണല്ലേ ചെയ്യുന്നത്? അക്കൗണ്ടന്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റിൽ നിന്ന് ഒരു ഓഫീസ് എക്സ്പെക്ട് ചെയ്യുന്ന മിനിമം സാധനം ഡേ ടു ഡേ നടക്കുന്ന ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, ഈ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ആ ഓഫീസിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാവണം. അപ്പൊ മരിയ പറഞ്ഞ പോലെ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ എക്സ്പെൻസ് അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവണ്ടേ? അതെങ്ങനെയാ മരിയ മനസ്സിലാക്കാറ് യൂഷ്വലി? നമുക്ക് അവിടെ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ നേച്ചർ അറിയാൻ പറ്റുമല്ലോ. അവിടെ ഏതാ വർക്ക് എന്നുള്ളത് നമുക്ക് ബിസിനസ് ആണെങ്കിൽ ഏത് തരത്തിലുള്ള ബിസിനസ് ആണെന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ. അവിടെ വരുന്ന എക്സ്പെൻസും കാര്യങ്ങളും. അതെങ്ങനെയാ അറിയണം? ഇപ്പൊ ഒരു മരിയ റെക്കോർഡ് ചെയ്യുന്ന ഒരു എക്സ്പെൻസിനെ കുറിച്ച് പറയാവോ? എനിക്ക് മെയിനായിട്ട് ലീസിങ് ലുലുമാളിന്റെ വർക്കാ ചെയ്യുന്നത് സൗദിയിലത്തെ. അവിടെ വരുന്ന ടെനൻസിന്റെ റെന്റ് ബുക്ക് ചെയ്യല് അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ വെൻഡേഴ്സിന് എക്സ്പെൻസിന്റെ ഇൻവോയ്സ് കൊടുക്കുക, അതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ടച്ച് ചെയ്തൊരു പോയിന്റ് ഉണ്ടല്ലേ, ഇൻവോയ്സ്. എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് സപ്പോർട്ട് ഉണ്ടാവും അല്ലെ മരിയെ? അങ്ങനെയല്ലേ എപ്പോഴും നമ്മൾ റെക്കോർഡിങ് ചെയ്യുക, അല്ലാണ്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതാണ് നിങ്ങൾ ഓരോരുത്തരും പ്രാക്ടിക്കലി മനസ്സിലാക്കേണ്ട പോയിന്റ്സ്. അതായത് ഇപ്പൊ നിങ്ങൾ അക്കാദമിക്കലി ചിലപ്പോൾ കുറെ പേര് ഇത് പഠിച്ചിട്ടുള്ളവരുണ്ടായിരിക്കും. അക്കാദമിക്കലി നമുക്ക് ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ട്രാൻസാക്ഷൻ തരും, എന്നിട്ട് നമ്മളോട് പറയും ഇത് റെക്കോർഡ് ചെയ്യാൻ. പ്രാക്ടിക്കലി അങ്ങനെ ആരും സെറ്റ് ഓഫ് ട്രാൻസാക്ഷൻ എഴുതിയൊന്നും തരില്ല. പകരം അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റണം. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്നത് ഡോക്യുമെന്റ്സിന്റെ സപ്പോർട്ടാണ്. അതിന് നമ്മൾ കളക്റ്റീവ്ലി സോഴ്സ് ഡോക്യുമെന്റ്സ് എന്നാണ് വിളിക്കുക. അപ്പൊ ഡോക്യുമെന്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യും, ഇന്നതാണ് നടക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്ത് റെക്കോർഡിംഗ് ചെയ്യും, ജേർണലിംഗ് ചെയ്യും. അവിടെ നിന്ന് പിന്നെ ലെഡ്ജറുകൾ പ്രിപ്പയർ ചെയ്യും, ട്രയൽ ബാലൻസിലേക്ക് വരും, പിന്നെയും അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് വരും. അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ്, നമ്മൾ ഓൾറെഡി ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് അത് എപ്പോഴും കോൺസ്റ്റന്റ് ഒന്നല്ല, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസിലേക്ക് വരും. ഇയർ എൻഡ് ആവുമ്പോൾ എൻട്രീസ് ക്ലോസ് ചെയ്യേണ്ടി വരും. അൾട്ടിമേറ്റ്ലി നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ബിസിനസിന്റെ P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഇതൊക്കെ ഇപ്പൊ കുറെ ഓട്ടോമേറ്റഡ് ആണ്, നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും അല്ലേ അത്. പിന്നെ അനാലിസിസ് പാർട്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു അക്കൗണ്ടന്റ് റുട്ടീൻ ആയിട്ട് ചെയ്യേണ്ടി വരും. ബേസിക് ആയിട്ട് പറഞ്ഞാൽ ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യുന്നത് തൊട്ട് ഒരു ബിസിനസിന്റെ പ്രോഫിറ്റ് ലോസ് അനലൈസ് ചെയ്യുന്ന ഒരു റോള് വരെ അക്കൗണ്ടന്റ് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. ഇത് ഡേ ടു ഡേ ചെയ്യണം, റുട്ടീനാണ്. ഇല്ല മരിയെ? ബോറടിക്കാറില്ലേ ചില സമയത്ത്? ചെയ്ത് തന്നെ ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? ചെയ്ത കാര്യങ്ങൾ തന്നെ ചെയ്യാം, നമുക്കൊരു പുതുമ ഉണ്ടാവില്ല. ഭയങ്കര റുട്ടീൻ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് അക്കൗണ്ടന്റ്. ആ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ, ആ ഒരു ജൂനിയർ അക്കൗണ്ടന്റ് ലെവലിലൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ബോറടിച്ചു തുടങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ റുട്ടീനാ. ഇത് തന്നെ എക്സ്പെൻസ് വരും, ഇത് റെക്കോർഡ് ചെയ്യും, അത് വരും, ഇത് റെക്കോർഡ് ചെയ്യാൻ ഇത് തന്നെ പരിപാടി. അത് ഓരോ സോഫ്റ്റ്വെയറുകൾ മാറുമെന്ന് മാത്രമേ ഉള്ളൂ.
കോൺസെപ്റ്റുകളൊന്നും അവിടെ മാറാൻ വേണ്ടി പോണില്ല. മരിയയുടെ അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന ഏത് സോഫ്റ്റ്വെയർ ആണ്? SAP-ലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയുള്ളവര് വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതൊക്കെയാ ജസ്റ്റ് പറയാവോ? വേറെ ആരൊക്കെയോ വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ. ടാലിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ടാലിയിലെ എക്സ്പേർട്ട് ആണ്. അറിയാം, ചെയ്യും ഞാൻ അല്ലെ, റെക്കോർഡിങ് ചെയ്യും. ഓക്കെ, അപ്പൊ ചിഞ്ചുവിന്റെ അവിടെ ടാലി ആണ്, ഒരിടത്ത് SAP ആണ്. വേറെ ആരെങ്കിലും വർക്ക് ചെയ്യുന്നവരെ ചിഞ്ചു ഇതിനകത്ത് കിടക്കുന്നേ? ആക്ച്വലി അതെന്റെ സിസ്റ്ററിന്റെ മെയിൽ ID എന്നാണ് ഞാൻ ലോഗിൻ ചെയ്തിരിക്കുന്നത്. അത് നന്നായി, അപ്പൊ ഞാൻ സിസ്റ്ററിനെ വിളിക്കാം. ബൈ മിസ്റ്റേക്ക് ആയി പോയത് അങ്ങനെ. ഓക്കെ, ചിപ്പി അല്ല ചിപ്പി? യെസ്, അതെ. അപ്പോ അടുത്ത ആള് വേറെ ആരെയും ഇനി വർക്ക് ചെയ്യുന്നുള്ളേ? ചിപ്പി ഉണ്ട്, മരിയുണ്ട്, വേറെ ആരാ വർക്ക് ചെയ്യുന്നേ? രണ്ടുപേര് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തോ ആയിക്കോട്ടെ, ഇവരെല്ലാം സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ ഇവർ കുറച്ചും കൂടെ ഞാൻ പറയുമ്പോ കണക്ട് ആവും. റെക്കോർഡിംഗ് അവിടെയും നമ്മൾ ചെയ്യണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏത് സോഫ്റ്റ്വെയറിലാണെങ്കിലും റെക്കോർഡിംഗ് ചെയ്യണം അല്ലെ? റെക്കോർഡിംഗ് ചെയ്താലാണ് കുറെ കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഈ P&L ബാലൻസ് ഷീറ്റ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണോ? വർക്ക് ചെയ്യുന്നവർ പറയാമോ? ഇതൊക്കെ നമ്മൾ മാനുവലി പ്രിപ്പയർ ചെയ്യാറുണ്ടോ? ഇതൊക്കെ ചെയ്യാറുണ്ടോ നിങ്ങൾ മാനുവലി? ഇല്ല. നമ്മൾ പക്ഷേ ഡോക്യുമെന്റ്സ് ഐഡന്റിഫൈ ചെയ്ത് ഇവിടെ വരെ നമ്മൾ ചെയ്യും. ഇല്ല, ആലോചിച്ച് നോക്കി, നമ്മളെ എൻട്രി ഇടണം, ഡെബിറ്റ് ചെയ്ത ക്രെഡിറ്റ് ചെയ്ത് അത് നമ്മൾ പക്കയായിട്ട് ഇടണം. അതില്ലെങ്കിൽ പെടും. അത് തെറ്റിയ മൊത്തം തെറ്റും അല്ലേ? പ്രോഫിറ്റ് ഉള്ള കമ്പനി ലോസ് ആവും, ലോസ് ഉള്ള കമ്പനി വേണമെങ്കിൽ പ്രോഫിറ്റ് ആക്കാൻ പറ്റും. അത്രയും കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരാണ് നമ്മള്. അതാണ് അക്കൗണ്ടന്റിന്റെ ഒരു പവർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ജേണൽ എൻട്രി ഇടുന്നത് പക്കയല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷയമായിരിക്കും. അപ്പൊ ജേണൽ ഇടാ എന്ന് പറയുമ്പോഴേക്കും ഇത്രേ ഉള്ളൂ, ഒരു പ്രൊഫഷണൽ വേയില് റെക്കോർഡ് ചെയ്യലാണ്. അതാണ് ജേണൽ എന്നൊക്കെ പറയുന്നത്. വലിയ സംഭവം. അത് ഒരു ലാംഗ്വേജ് തന്നെയാണ് അക്കൗണ്ടിങ്ങിന്റെ. അതായത് ഇപ്പൊ നമ്മള് ഇംഗ്ലീഷ് പഠിക്കുന്നു, മലയാളം പഠിക്കുന്നു, കുറെ ഗ്രാമർ ഒക്കെ ഉണ്ട് അല്ലെ, ഇംഗ്ലീഷിനാണെങ്കിലും മലയാളത്തിനാണെങ്കിലും. അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ലാംഗ്വേജ് ആണ് ആക്ച്വലി ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അക്കൗണ്ടിങ് ചെയ്യുമ്പോഴും ഒരു ലാംഗ്വേജ് ഉണ്ട്, ആ ലാംഗ്വേജ് ആണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഈ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഫോർമാറ്റിലാണ് നമ്മൾ ജേർണലിങ് ചെയ്യുക. നിങ്ങൾക്ക് കുറെ പേർക്കൊക്കെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ചെയ്യാൻ അറിയാമായിരിക്കും. ഒരു ഓൾമോസ്റ്റ് ഈ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഒക്കെ ചെയ്യാൻ അറിയുന്നവർ എനിക്കൊരു തംസപ്പ് തരുമോ? നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ ചെയ്യാൻ വേണ്ടി പഠിക്കും. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒക്കെ അറിയാമെങ്കിൽ എനിക്കൊരു തംസപ്പ് തരുമോ? ഓക്കെ, അറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ തന്നെ ഒരു ടാസ്ക് തരാം. നമ്മൾ ഒരു 5 ടേംസ്, അസറ്റ്, എക്സ്പെൻസ്, ക്യാപിറ്റൽ, ഇൻകം, ലയബിലിറ്റി, ഈ 5 ടേംസ് ഇപ്പത്തെ നിങ്ങളുടെ ഫസ്റ്റ് ടാസ്ക് ആണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. ഈ 5 ടേംസ് എന്താണ് എന്നൊന്ന് റിസർച്ച് ചെയ്തിട്ട് ഞാൻ റാൻഡം ആയിട്ട് ചൂസ് ചെയ്യും. ഒരാളോട് അസറ്റ് എന്താന്ന് ചോദിക്കും, ഒരാളോട് എക്സ്പെൻസ് എന്താന്ന് ചോദിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഒരു എത്ര മിനിറ്റ് വേണം ഇത് ഇത്ര നോക്കാൻ? 10 minutes മാക്സിമം മതിയില്ലേ? എന്താണ് അസറ്റ്, എന്താണ് എക്സ്പെൻസ്, എന്താണ് ക്യാപിറ്റല്, എന്താണ് ഇൻകം, എന്താണ് ലയബിലിറ്റി, ഇത്രയും നോക്കിയാൽ മതി. വേറെ റൂളും കാര്യങ്ങളൊന്നും ഇപ്പൊ നോക്കണ്ട, അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ടേംസ് ഒന്ന് ക്ലിയർ ചെയ്ത് പോവാണ് നമ്മള്. ഈ 5 ടേംസ് മാത്രം. അസറ്റ് എന്താണ്, എക്സ്പെൻസ് എന്താണ്, ക്യാപിറ്റൽ എന്താണ്, ഇൻകം എന്താണ്, ലയബിലിറ്റി എന്താണ്, നോക്കാവോ? 10 minutes പോരെ? ഇപ്പൊ 8:48 ആയിട്ടുണ്ട്. 8:58 നമ്മള് തിരിച്ചു വരും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം.
അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് അസറ്റ്? ആര് പറഞ്ഞുതരും? നിഖില, എനിക്ക് പറഞ്ഞുതരാമോ നിഖില? അസറ്റ് എന്താണ് നിഖില? മാം, ഒരു ബിസിനസ് റൺ ചെയ്യാൻ പറഞ്ഞോ. വേണ്ടിയിട്ടുള്ള ഒരു വാല്യൂബിൾ റിസോഴ്സിനെയാണ് അസറ്റ് എന്ന് പറയുന്നത്. സൗണ്ട് കുറവാ നിഖിലയുടെ, ക്ലിയർ ആവണില്ല. ഒരു ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് റൺ ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു വാല്യൂബിൾ റിസോഴ്സിനെയാണ് അസറ്റ് എന്ന് പറയുന്നത്. അതായത് ആക്ച്വലി അസറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ട ഇത്രയും കാര്യമുള്ളൂ. നമ്മള് ഫ്യൂച്ചർ പർപ്പസിലേക്ക് വേണ്ടി, അതായത് ഫ്യൂച്ചറിൽ അത് പിന്നെയും യൂസ് ചെയ്യും എന്നുള്ളൊരു പർപ്പസില് വാങ്ങുന്ന എന്തെങ്കിലും ഒരു സാധനം, അല്ലെങ്കിൽ അങ്ങനെ ഹോൾഡ് ചെയ്യുന്ന കാര്യങ്ങൾ, ബിസിനസിന്റെ സ്വന്തമായിട്ട് ബിസിനസ് ഹോൾഡ് ചെയ്യുന്ന ഐറ്റംസ്. അതായത് ഇപ്പൊ ബിസിനസ്സിൽ ഒരു ഫർണിച്ചർ നമ്മൾ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൽ കുറച്ച് പൈസ ഉണ്ട്, നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് കുറച്ച് എമൗണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക കേട്ടോ. ഫ്യൂച്ചറിൽ ഒരു ബെനിഫിറ്റ് നമ്മൾ റിസീവ് ചെയ്യുന്ന ഐറ്റംസ് ആണ് അസറ്റ്സ്. ഫർണിച്ചർ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എല്ലാം അതിൽ വരും. ഇനി അടുത്തത് എക്സ്പെൻസ്. എനിക്ക് ആര് പറഞ്ഞുതരും? നിത പറഞ്ഞുതരാമോ നിത? എക്സ്പെൻസ് എന്താണെന്ന്? ചെലവുകളാണ്. അതായത് ആ, എന്തെങ്കിലും നമ്മള് വാങ്ങുന്നതിന്, ഒരു കാര്യം നടക്കുന്നതിനോ ചിലവാക്കുന്ന ഒരു പണം. ഒരു ബിസിനസ്, ഒരു കമ്പനിയുടെ ആണെങ്കിൽ നമുക്ക് എക്സ്പെൻസുകൾ ഉണ്ടാവുമല്ലോ. ഒരു സംഗതി എക്സ്പെൻസ് ആണെന്ന് മനസ്സിലാവുന്ന എപ്പോഴാണ്? നിങ്ങൾ മനസ്സിലാക്കണേ എക്സ്പെൻസസിന്റെ പ്രത്യേകത. ഫ്യൂച്ചറില് ഇനി അതിൽ നിന്ന് ഒരു ബെനിഫിറ്റ് കിട്ടാനില്ല. നമ്മൾ ബെനിഫിറ്റ് എടുത്തതിന് ശേഷമായിരിക്കും പേയ്മെന്റ് ചെയ്യുക. നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇപ്പൊ നമ്മളൊരു കടയിൽ പോയി ഫുഡ് കഴിക്കുന്നു, ഫുഡ് കഴിച്ചു പേയ്മെന്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങിക്കുന്നു പേയ്മെന്റ് ചെയ്യുന്നു. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഫ്യൂച്ചറിലേക്ക് ഒരു പർപ്പസ് ഇല്ലാതെ നമ്മളൊരു പേയ്മെന്റ് ചെയ്യുന്നതാണ്. അതായത് ഇനി അതിൽ നിന്നൊരു ഫ്യൂച്ചർ ബെനിഫിറ്റ് കിട്ടാനില്ല, അത്തരത്തിലൊരു പേയ്മെന്റ് ആണ് എക്സ്പെൻസിൽ ഉണ്ടാവുക. ഇനി ക്യാപിറ്റൽ എന്താണ്? ആര് പറഞ്ഞുതരും? ക്യാപിറ്റല് സുശാന്ത് പറഞ്ഞുതരാവോ എന്താ ക്യാപിറ്റലിന്? ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ ടൈമിൽ ഇടുന്ന എമൗണ്ട്. അത്രേ ഉള്ളൂ. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ബിസിനസിന്റെ ഓണർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫണ്ട്. ഇനി ഇൻകം എനിക്ക് ആരാ പറഞ്ഞുതരാ? ഇൻകം ചിഞ്ചു, എനിക്ക് ഇൻകം പറഞ്ഞുതരോ? ഇൻകം മീൻസ് ഒരു കമ്പനി പ്രോഡക്ട്സ് സെയിൽ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ മറ്റെന്തെങ്കിലും ബിസിനസ് ആക്ടിവിറ്റീസ് നടത്തുന്നതിലൂടെ കിട്ടുന്ന റവന്യൂ. അടിപൊളി, അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇനി ലയബിലിറ്റി മരിയ പറഞ്ഞുതരോ? ലയബിലിറ്റി ചിലപ്പോ കമ്പനി റൺ ചെയ്യുന്ന സമയത്ത് അവർക്ക് ചിലപ്പോ എന്തെങ്കിലും എംപ്ലോയീസിന് വേജ് കൊടുക്കാണ്ട് പറ്റുകയെ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ അത് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒബ്ലിഗേഷൻ ആയിരിക്കും. അപ്പൊ അത് അവരുടെ ഒരു ലൈബിലിറ്റി പോലെ കൊടുക്കാനായിട്ടുള്ള പൈസ. അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു, എല്ലാവർക്കും നല്ലൊരു കയ്യടി നിങ്ങൾ നോക്കുകയും ചെയ്തു. അപ്പൊ ഈ 5 ഐറ്റവും നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പൊ ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഐറ്റംസ് ഒക്കെ കാണേണ്ടി വരും. എപ്പോഴും ട്രാൻസാക്ഷനില് അസറ്റും എക്സ്പെൻസും നമ്മൾ കാണുമ്പോൾ ഈ 2 ഐറ്റം ഇൻക്രീസ് ചെയ്താൽ നമ്മൾ ഡെബിറ്റും, ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റും ആണ് ചെയ്യുക. ഈ 3 ഐറ്റം ആണെന്നുണ്ടെങ്കിൽ അത് ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ്, ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ്. ഇതാണ് അക്കൗണ്ട്സിന്റെ ഒരു റൂള്. ഇതൊന്ന് ജസ്റ്റ് നോക്കി ഒന്ന് മനസ്സിലാക്കി പഠിച്ചിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിൽ വരാൻ. ഈ ഐറ്റംസ് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം. ഈ റൂളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചും പഠിച്ചു വെക്കാം. ക്യാപിറ്റൽ കൂടി എന്ത് ചെയ്യണം, എക്സ്പെൻസ് കൂടി എന്ത് ചെയ്യണം, ഇങ്ങനെയൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ ഒന്ന് പറഞ്ഞു തരാൻ പാകത്തിന് പ്രിപ്പയർ ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിൽ വരാൻ. വരും അങ്ങനെ? അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ ഇത്രയും മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് ക്ലാസ് അല്ലേ, ഞാൻ അതുകൊണ്ട് അധികം നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. ഒരു ചെറിയ ഒരു റിഫ്രഷ്മെന്റ് പോലെ ഇപ്പൊ തന്നെ ഒന്ന് പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ച് നിങ്ങളുടേതായ സ്റ്റൈലില് ഈ ഒരു റൂള് പഠിച്ചിട്ട് ഇന്ന് ഇങ്ങോട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് ആയിരിക്കും. പിന്നെ വെച്ച് നമ്മൾ പഠിക്കുകയൊന്നുമില്ല. പിന്നെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ലോഗിൻ ചെയ്യുമ്പോഴായിരിക്കും ഇത് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിന്റെ ആവശ്യമില്ല, ഇപ്പോഴേ ഇതൊന്നും നിങ്ങൾ പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. വെൽക്കം ടു ഫിൻപ്രൂവ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം കേട്ടോ.
താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു.